മഴക്കാലത്തിനൊപ്പം എത്തുന്ന പകർച്ചവ്യാധികളായിരുന്നു അല്പം മുൻപ് വരെ കേരളത്തെ പേടിപ്പിച്ചിരുന്നത്. എന്നാൽ തക്കം കിട്ടിയാൽ വർഷത്തിൽ ഏത് സമയത്തും ആക്രമിക്കുന്നവയായി ഇപ്പോഴത്തെ പനിക്കാരൊക്കെ അങ്ങ് മാറി. എലിപ്പനിയും ഡെങ്കിപ്പനിയും ചിക്കുൻഗുനിയയും ഒക്കെ നമുക്കിടയിൽ സ്ഥിരവാസം ഉറപ്പിച്ച സ്ഥിതിയാണിപ്പോൾ. ആശങ്കയേറ്റി വെസ്റ്റ് നൈൽ പനിയും മലേറിയയും നാട്ടിലുണ്ട്. എന്നേക്കുമായി മടങ്ങിപ്പോയെന്ന് വിശ്വസിച്ചിരുന്ന ചില രോഗങ്ങൾ തിരികെ വരുന്നതും ഭീതിയേറ്റുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ ഡെങ്കിയുടെ ഭീകരത മനസ്സിലാകും. ഓരോ വർഷം കഴിയും തോറും 3 ഇരട്ടിയാണ് വർധന. 5 ദിവസത്തിനിടെ 10,000-കണക്കിനാണ് രോഗബാധിതർ. കേരളം ഭയക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ മുന്നിലാണിപ്പോൾ ഡെങ്കി. ജില്ലകൾ തോറും ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാംക്രമിക രോഗം ഡെങ്കി തന്നെ. 1998-ലാണ് ഡെങ്കി കേരളത്തിൽ പടർന്നു പിടിച്ചത്. 2015 വരെ രോഗം കൂടുതലായും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കണ്ടിരുന്നത്. എന്നാൽ 2017 ആയപ്പോഴേക്കും അത് ജില്ലകളുടെ അതിർത്തികളെല്ലാം മായ്ച്ചു കളഞ്ഞു. 80കളുടെ തുടക്കത്തിൽ അപൂർവ രോഗമായി കണക്കാക്കപ്പെട്ടിരുന്ന എലിപ്പനി ഇന്നും കേരളത്തിന് ഭീഷണിയാണ്. മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് എലിപ്പനിയുടെ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. രോഗകാരിയായ ബാക്ടീരിയ മാസങ്ങളോളം വെള്ളത്തിലും മണ്ണിലും ജീവിക്കുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിൽ മഴ വരുന്ന ജൂണോടെ തുടങ്ങി ഓഗസ്റ്റോടെ കുതിച്ചു കയറുകയും സെപ്റ്റംബർ, ഒക്ടോബർ ആകുന്നതോടെ കുറയുന്നതുമായിരുന്നു മുൻകാലത്തെ എലിപ്പനി ബാധയുടെ ട്രെൻഡ്. ഇപ്പോൾ അതിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും വരാവുന്ന രോഗമായി എലിപ്പനി. വർഷങ്ങളായി പനിയൊഴിയാത്ത നാടായ കേരളത്തിൽ ഓരോ പനിക്കാലവും വലിയ ആരോഗ്യ വെല്ലുവിളിയായി മാറുന്നു. വൈറൽ രോഗങ്ങളുടെയും രോഗാണുവിന്റെയും സ്വഭാവത്തിലും പടരുന്ന രീതികളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം നേരിടുന്ന വലിയ വെല്ലുവിളി. വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകളെ വലച്ച ചിക്കൻഗുനിയ ഏറിയും കുറഞ്ഞും നാട്ടിലുണ്ട്. ഈ വർഷം ഇതുവരെ എലിപ്പനി, ഡെങ്കിപ്പനി, ചെള്ളുപനി തുടങ്ങിയവ ബാധിച്ച് 168 പേർ മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം. വിവിധ രോഗലക്ഷണങ്ങളോടെ 176 പേർ മരിച്ചതായും കണക്കുകളിലുണ്ട്. പനിമരണങ്ങൾക്കൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കോളറ വ്യാപനം. പനിക്കണക്കുകൾ കൂടുന്നെങ്കിലും രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലെത്തുന്നത് കുറവാണ്. ലക്ഷണം കണ്ടാൽ വെച്ചുകൊണ്ടിരിക്കരുത്. ചൂട് കുറയാനുള്ള മരുന്നും മറ്റുമായി സ്വയം ചികിത്സയല്ല വേണ്ടത്. പനി മാറിയാലും 3-4 ദിവസം സമ്പൂർണ്ണ വിശ്രമം വേണം. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾക്കൊപ്പം പനിക്കിടക്കയിലേക്ക് പോകാതെ നമുക്ക് പ്രതിരോധ കോട്ട കെട്ടാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.